കേരള പോലീസിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ബോധവൽക്കരണം നടത്താൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജൂൺ 15-നാണ് സന്ദർശനം. ലിഡിയ ജേക്കബ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, ഈ തൂഫാൻ ദി നാർക്കോ ഹണ്ടുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി ബോധവൽക്കരണം ഉൾപ്പെടെ നടത്തുമെന്ന് മനസ്സിലാക്കുന്നു. അമൃത, തീർച്ചയായും ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ലഹരി മാഫിയകളുടെ ഒരു താവളം തന്നെയാണ് പെരുമ്പാവൂർ എന്ന് പറയുന്നത്. പലതവണ നാട്ടുകാരടക്കം പരാതി തന്നിരുന്നു. പല കോളനികളിലും ഈ ലഹരി മാഫിയകൾ അഴിഞ്ഞാടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് വന്ന ബോധവൽക്കരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി, അതായത് ജൂൺ 15-ന് ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി പെരുമ്പാവൂർ ഭാഗങ്ങളിൽ ബോധവൽക്കരണവും കാര്യങ്ങളുമൊക്കെ നടത്തും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായി കഞ്ചാവും മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളും ട്രെയിൻ മാർഗം ആലുവ റെയിൽവേ സ്റ്റേഷനിലടക്കം കൊണ്ടുവന്ന് അവിടെ നിന്നും പെരുമ്പാവൂരിലെത്തിച്ച് അവിടെ നിന്നുമാണ് പിന്നീട് മറ്റ് ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഒക്കെ എത്തിക്കുന്നത്. വ്യാപകമായി ഈ ട്രെയിനുകളിലടക്കം ഈ കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും പിടികൂടുന്ന സാഹചര്യങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. ദിവസേന അത് പിടികൂടാറുണ്ടായിരുന്നു. എക്സൈസിന്റെയും ഡാൻസ് ഓഫിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വ്യാപക പരിശോധനകളൊക്കെ നടത്തി വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കോളനികൾ കേന്ദ്രീകരിച്ച ഒപ്പം അവരുടെ താമസ സ്ഥലങ്ങളും പണിസ്ഥലങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ബോധവൽക്കരണവും കാര്യങ്ങളും ഒക്കെ നടത്തുക. എന്തായാലും ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി തൂഫാന്റെ ഭാഗമായി ബോധവൽക്കരണം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ശക്തമായ പരിശോധനകൾ പെരുമ്പാവൂർ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു. ഏകദേശം 1400ഓളം കേസുകൾ കേരളത്തിൽ മുഴുവനായും രജിസ്റ്റർ ചെയ്തിരുന്നു. അത് തുടരുകയാണ്, അത് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ലിഡിയ, ഈ ബോധവൽക്കരണം അത് പെരുമ്പാവൂരിൽ മാത്രമായിരിക്കുമോ, അതല്ല കൂടുതൽ നഗരങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കില്ലേ? അമൃത, തീർച്ചയായും അത് പെരുമ്പാവൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ വ്യാപകമായ രീതിയിൽ ഈ ലഹരിയുടെ ഒരു പ്രശ്നവും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ബോധവൽക്കരണം വിവിധ ഇടങ്ങളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചി നഗരം കേന്ദ്രീകരിച്ചൊക്കെ ബോധവൽക്കരണം നടത്തേണ്ടതായിട്ടുണ്ട്. സ്കൂളുകളും അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച ബോധവൽക്കരണവും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അത് സർക്കാർ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയിലാണ് പെരുമ്പാവൂരിൽ ഇത്തരത്തിലൊരു ബോധവൽക്കരണ പരിപാടി നടത്തുന്നത്. ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി ഇത്തരത്തിൽ ബോധവൽക്കരണ പരിപാടി നടത്തുന്നത്. പ്രത്യേകിച്ച് പെരുമ്പാവൂരിലാണ് ഏറ്റവും കൂടുതൽ ഇതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഈ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതലായി ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് സാമൂഹ്യ പ്രശ്നങ്ങൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനയോടൊപ്പം തന്നെ ബോധവൽക്കരണവും വളരെ അത്യാവശ്യം തന്നെയാണ്. ഏതായാലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടിറങ്ങുകയാണ്. പെരുമ്പാവൂരിൽ ജൂൺ 15-നായിരിക്കും അദ്ദേഹത്തിന്റെ സന്ദർശനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.